അത് നോർമലില്ലാത്തൊരു ചെറുക്കം, ഒരു 2-3 വിഡ്ഢികൾ എറണാകുളത്ത് കിടന്ന് കാണിക്കുന്നതിന് ആണും മാനും ഇല്ലാത്ത കൂതറ 3 പിള്ളേർ ഇതിനൊക്കെ സൃഷ്ടിച്ച സമയത്ത് ആ തന്തമാർ വേറെ എന്തെങ്കിലും പണി ചെയ്തിരുന്നെങ്കിൽ നാടെങ്കിലും രക്ഷപ്പെട്ടു. എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കും. ആ ചെറുക്കന് ഒരുത്തൻ, മറ്റേ രണ്ടുപേരെ എനിക്ക് പ്രശ്നമില്ല. ഇനി എന്ത് കേസ് വന്നാലും ശരി, ആ ചെറുക്കനെ എവിടെ വെച്ച് കിട്ടിയാലും ശരി, ആദ്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരാടി കൊടുത്തിരിക്കും. നിങ്ങളുടെ മൂക്കും തുമ്പത്ത് വരെ ആർക്കും എന്ത് പറയാൻ പറ്റുമോ? പക്ഷേ മൂക്കിനകത്ത് കയറി ഇരുന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി ചെറുക്കൻ, വിഡ്ഢി കൂഷ്മാണ്ടോ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അലവലാതി ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ശരി ഞാൻ അവനൊന്ന് കൊടുത്തിരിക്കും. ഇനി എന്ത് കേസ് വന്നാലും. അങ്ങനെ വിചാരിക്കുന്നവരുടെ കുഴപ്പമാണ്. കാരണം തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ചെറുക്കൻ എന്തെങ്കിലും വിട്ടിത്തനം പറഞ്ഞാൽ അത് കണ്ടുകൊണ്ട് എന്നാൽ ഈ സിനിമയ്ക്ക് പൊക്കളയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകുമെങ്കിൽ അയാളെയാണ് ട്രീറ്റ് ചെയ്യാൻ, ഇവനെയല്ല. അല്ല, ആർക്കും വേണമെങ്കിലും പറയാമല്ലോ, നിങ്ങൾക്കും പറയാമല്ലോ. ഞാൻ ഈ ഇങ്ങനെ കമൻറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഈ പടം ഓടുന്നതെന്ന് നിങ്ങൾക്കും പറയാം. ഒരു വീട്ടിൽ 6 പേരെ കൊല്ലുക 7 പേരെ കൊല്ലുക ഒക്കെ നടക്കുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു പരിണതഫലം ഇതുപോലുള്ള വലിയ മെച്ചല്ല, അതിശയോക്തിയാണ്. അങ്ങനെ പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് അതറിയത്തില്ല. അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു. 5 പാതിരയ്ക്ക് ശേഷം ഈ സിനിമ സൂപ്പറായിരുന്നു, നന്നായിരുന്നു. വയലൻസ് വലിയ മെച്ചല്ല, അതിശയോക്തിയാണ്. കുഴപ്പമില്ല, കുറച്ച് ആൾക്കാർ കുറച്ച് ഇതുണ്ടെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, കാണാൻ കൊള്ളാമെന്നുള്ള സിനിമ, നല്ല രീതിയിൽ കൊള്ളായിരുന്നു. കണക്റ്റ് ആവത്തുന്നില്ല. ഇത് എനിക്ക് ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇല്ല, ആക്ച്വലി ഹി ഹാസ് ഡൺ മെനി മൂവീസ് ലൈക്ക് ദിസ്, റൈറ്റ്? ഒരു പോലീസിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് കണക്റ്റഡ്, നൈസായിരുന്നു. അങ്ങനെ പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് അതറിയത്തില്ല. ബട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. നല്ല പടം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വീട്ടിൽ 6 പേരെ കൊല്ലുക 7 പേരെ കൊല്ലുക ഒക്കെ നടക്കുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു പരിണതഫലം ഇതുപോലുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ഡ്രഗ്സ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് AK ആൻ്റണി മദ്യനിരോധനം കൊണ്ടുവന്നതോടുകൂടി ആളുകളെല്ലാം മറ്റു വഴികളിലേക്ക് തേടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മദ്യം ചാരായ ഷാപ്പുകളൊക്കെ പൂട്ടിയപ്പോൾ അവർ വേറെ ലഹരികളിലേക്ക് പോയി. അതാണ് നമ്മളെ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കേരളത്തിൽ വളരെ ഗുരുതരമാണ് ലഹരി. പിന്നെ ഉറപ്പായിട്ട് കണ്ടിരിക്കണമല്ലോ. പക്ഷേ കണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വലിച്ചു കയറ്റിയാൽ വേറൊരു ലോകത്തൊക്കെ എത്താമെന്ന് തോന്നി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രശ്നം. നെഗറ്റീവിനേക്കാളും അപ്പുറേ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറപ്പ് തോന്നും. ഈ ഇവർ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ കാണുമ്പോഴേ, ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് കാണിക്കുന്ന ഗോഷ്ഠികൾ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും. പക്ഷേ യൂത്തിന് തിരിച്ചു തോന്നുമെന്നാണ് എൻ്റെ പേടി. കാരണം ഇതുപോലെ നമുക്ക് പറന്ന് കിടക്കാമെന്നൊക്കെ തോന്നുമെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും കുഞ്ചാക്കോ ബോബൻ മനോഹരമായിട്ട് ഒരു മെച്യൂരിറ്റിയുള്ള നടനായിട്ട് നന്നായിട്ട് ചെയ്തു. അതിൽ നിന്ന് ആ ഇമേജിൽ നിന്നൊക്കെ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ചെയ്തു. അയാൾ നന്നായിട്ട് ചെയ്തു. പടം തുടങ്ങി തീരുന്നവർ ആ മൂഡ് നിലനിർത്തിയിരിക്കുന്നതൊക്കെ, ഒരു സൈക്കോ മൂഡൊക്കെ നിലനിർത്തിയിരിക്കുന്നതിലൊക്കെ അയാൾ മനോഹരമായിട്ട് ചെയ്തു. അത് ഈ പുതിയ ഇപ്പോഴത്തെ ഈ LSD എന്ന് പറഞ്ഞാൽ അറിയാത്ത എത്രയോ ആളുകളുണ്ടില്ലേ? എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് LSD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലാത്ത. അവർക്കൊക്കെ ചിലപ്പോൾ ഒന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പുതിയ ആധുനിക സിനിമയല്ലേ, പുതിയ രീതിയിൽ ട്രീറ്റ്മെൻ്റ് അല്ലേ. അത് പഴയകാല ഈ ആദിമത്യാന്തം കഥ വേണ്ട ഒരു സിനിമ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന യൂത്തല്ലേ, അപ്പോൾ യൂത്ത് കാണുന്ന പടമല്ലേ. അല്ല, പ്രായമായവരൊക്കെ ഇപ്പോൾ TV മുമ്പേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. മനഃപൂർവ്വമായിരിക്കില്ല. അതൊക്കെ ചില ഈ എറണാകുളത്തുള്ള ചെറുക്കനെയൊക്കെ പോലുള്ള തലയ്ക്ക് സുഖമില്ലാത്തവന്മാരെ തിയേറ്ററിൽ വന്ന് കമൻറ്റ് പറയുന്നവന്മാരുണ്ടല്ലോ, അതേപോലുള്ളവരൊക്കെ വല്ലതൊക്കെ പറയുമായിരിക്കും. അതൊന്നും പടത്തെ ബാധിക്കില്ലാന്നേ. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പടം കാണണമെന്ന് പറഞ്ഞു വന്നേ? അതുപോലെ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ആ അലവല്ലാതെ ചെറുക്കനെ പറ്റിയൊന്നും പറയരുതെന്നേ. ഇതുപോലുള്ള നൊട്ടോറീസുകൾ, അതായത് ഒരു ജോലിക്കും പോകാതെ രാവിലെ ഒരു 25 സിമ്മുമായിട്ട് ഇറങ്ങി തിയേറ്ററിൽ വന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നവരെ നിങ്ങളെപ്പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യേ, അത് ഉത്തരം താങ്ങുന്ന ഗൗളിയാണെന്ന് പള്ളി വിചാരിക്കുന്ന പോലെയാണ്. എവനൊക്കെ വിചാരിച്ച ഏത് സിനിമ വളർത്താൻ ഏത് സിനിമ പൊളിക്കാൻ രണ്ടും നടക്കില്ല. അത് നോർമലാണെങ്കിലല്ലേ ആളുകൾ വിചാരിക്കൂ. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവരുടെ കുഴപ്പമാണ്. കാരണം തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ചെറുക്കൻ എന്തെങ്കിലും വിട്ടിത്തനം പറഞ്ഞാൽ അത് കണ്ടുകൊണ്ട് എന്നാൽ ഈ സിനിമയ്ക്ക് പൊക്കളയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകുമെങ്കിൽ അയാളെയാണ് ട്രീറ്റ് ചെയ്യാൻ, ഇവനെയല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ പറയുന്ന അവർ റിവ്യൂ ചെയ്താലെന്ത് ചെയ്തില്ലെന്ന് അതിനങ്ങ് വിടുക, അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. 3.5 കോടി ജനമുള്ളതിൽ എത്ര പേരാണ് അവരെ സപ്പോർട്ട് ചെയ്യണേ? അങ്ങനെ കണ്ടാൽ അല്ല. അത് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ മന്ത്രി P. രാജീവ് ഗാന്ധി പാർക്കിലും അപ്പുറത്ത് MM മണിയാശാനും സംസാരിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ ആരെ പ്രസംഗം കേൾക്കും? രാജീവിൻ്റെ കേൾക്കും, MM മണിയുടെ കേൾക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ ഏറ്റവും റീച്ചുള്ള ഒരുപാട് പേര് കാണുന്നു, അതുകൊണ്ടാണ് ഭയങ്കരം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ വീക്കിൽ മലയാള മനോരമയായിരിക്കണം. അവരിറക്കുന്ന ഭാഷാപോഷണിയല്ല. അങ്ങനെ കണ്ടാൽ മതി. അല്ല, ആർക്കും വേണമെങ്കിലും പറയാമല്ലോ, നിങ്ങൾക്കും പറയാമല്ലോ. ഞാൻ ഇങ്ങനെ കമൻറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഈ പടം ഓടുന്നതെന്ന് നിങ്ങൾക്കും പറയാം. അതുകൊണ്ടാണല്ലോ ശാന്തുള്ള ദിനേശനോട് സംസാരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കിക്കാൻ ഒക്കില്ല. അത് നോർമലില്ലാത്തൊരു ചെറുക്കം, ഒരു 2-3 വിഡ്ഢികൾ എറണാകുളത്ത് കിടന്ന് കാണിക്കുന്നതിന് വല്ല കാര്യമുണ്ട്? നാണവും മാനവും ഇല്ലാത്ത കൂതറ 3 പിള്ളേർ
ഇവനൊക്കെ സൃഷ്ടിച്ച സമയത്ത് ആ തന്തമാർ വേറെ എന്തെങ്കിലും പണി ചെയ്തിരുന്നെങ്കിൽ നാടെങ്കിലും രക്ഷപ്പെട്ടത്. ഇത്രയും പറയാനുള്ളൂ. എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കും. ആ ചെറുക്കന് ഒരുത്തൻ മറ്റേ രണ്ടുപേരെ എനിക്ക് പ്രശ്നമില്ല. ഇനി എന്ത് കേസ് വന്നാലും ശരി, ആ ചെറുക്കനെ എവിടെ വെച്ച് കിട്ടിയാലും ശരി, ആദ്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരാടി കൊടുത്തിരിക്കും. അത് ഉറപ്പാണ്. ഉറപ്പായിട്ട് കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. കാരണം അവൻ അത്ര എന്നെ ഇൻസൾട്ട് തന്നെയാണെന്നേ. ഒരു ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ പറയണം, അനിയ നിനക്ക് പറ്റിയ ആളല്ല, നീ അതുകൊണ്ട് എന്നെ വിട് എന്ന് പറയുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സിമ്മിൽ നിന്ന് വിളിക്കുന്നു, അരമണിക്കൂർ കഴിയുമ്പോൾ വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും തോറും ഓരോ സിമ്മിൽ നിന്ന് വിളിക്കുകയാണെന്നേ. അങ്ങനെയൊന്നും ഒരുത്തനും എൻ്റെ എന്താ പറയുക മൂക്കിൻ്റെ ദൂരെ വരാനുള്ള അവകാശമേ എല്ലാവർക്കും ഉള്ളൂ ഇല്ലേ? നിങ്ങളുടെ മൂക്കും തുമ്പത്ത് വരെ ആർക്കും എന്തും പറയാൻ പറ്റുമോ? പക്ഷേ മൂക്കിനകത്ത് കയറി ഇരുന്ന് കളിക്കുക എന്ന് പറഞ്ഞാലേ ഒരു വിഡ്ഢി ചെറുക്കൻ, വിഡ്ഢി കൂഷ്മാണ്ടോ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അലവലാതി ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ശരി ഞാൻ അവനൊന്ന് കൊടുത്തിരിക്കും. ഇനി എന്ത് കേസ് വന്നാലും.